السلام عليكم ورحمة الله وبركاته. السلام عليكم. السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽ ഫതഹ് എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇന്നത്തെ ഈ ദിവസം പ്രൗഢമായ സനദ് ദാന പ്രോഗ്രാമിന് ശേഷം ഇനി നമ്മുടെ ക്യാമ്പസിലെ ചെറിയ കുട്ടികളുടെ പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു ഈ മനോഹരമായ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ദീൻ മനോഹരമായി മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പടച്ച റബ്ബിനെയും നന്മയും തിന്മ ഏതെന്നും ഏത് ഉൾക്കൊള്ളണമെന്നും ഏത് ഒഴിവാക്കണമെന്നും ഒരു മനുഷ്യൻ ഈ ലോകത്ത് മനസ്സിലാക്കുന്നത് അതവൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലൂടെയാണ്. ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വിദ്യാലയം തുറക്കപ്പെടുമ്പോൾ 1000 കാരാഗ്രഹങ്ങൾ അടക്കപ്പെടുന്നു എന്നത്. വിദ്യ ഉള്ളിടത്ത് നന്മയുണ്ടാവും, സ്നേഹമുണ്ടാകും, പരസ്പര ബോധമുണ്ടാകും. ഉമ്മയാരാണെന്നും ഉപ്പയാരാണെന്നും സഹോദരന്മാരാരാണെന്നും സഹോദരിയാരാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കും, അറിവുണ്ടെങ്കിൽ. അറിവില്ലെങ്കിൽ സഹോദരി ആരാണെന്നുള്ള ബോധ്യമുണ്ടാകുകയില്ല, ഉപ്പയാരാണെന്ന ബോധ്യമുണ്ടാകുകയില്ല, ഉമ്മയാരാണെന്ന ബോധ്യമുണ്ടാകുകയില്ല. അങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും കേൾക്കാനിടയില്ലാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ. കഴിഞ്ഞ ദിവസം കാസർഗോഡിലെ കുഞ്ചത്തൂർ എന്ന നാട്ടിൽ ഉപ്പ സ്വന്തം മകളെ കൊന്ന പോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നതിന് കാരണം ധാർമ്മികത നഷ്ടപ്പെട്ട, നന്മയില്ലാത്ത വിദ്യാഭ്യാസങ്ങളുടെ കടന്നുവരവോടുകൂടെയാണ്. നന്മയുള്ള, ധാർമ്മിക ബോധമുള്ള, സ്നേഹമുള്ള മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. ഇനി കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കോ. എല്ലാവരും എഴുന്നേറ്റിക്കോ. എന്നിട്ടുന്നോ. ഞാൻ 1 മുതൽ 5 വരെ എണ്ണും. എണ്ണിക്കോട്ടെ. 1 മുതൽ 5 വരെ എണ്ണുമ്പോൾ 5 ആകുമ്പോഴാണ്, ഇപ്പം എല്ലാവരും നിൽക്കല്ലേ, 5 ആകുമ്പോഴാണ് എല്ലാവരും പൂർണ്ണമായി ഇരിക്കേണ്ടത്. ഓക്കെ അല്ലേ? ആ. എന്നിട്ട് ഇരുന്നതിന് ശേഷം വീണ്ടും 1 മുതൽ 5 വരെ എണ്ണും. അപ്പോൾ 5 ആകുമ്പോഴാണ് വീണ്ടും പൂർണ്ണമായി നിൽക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളെല്ലാരും 0-ലാണുള്ളത്. ഇനി 1 എന്ന് പറയുമ്പോൾ കുറച്ചിരിക്കുക. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇരിക്കുക. 3 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇരിക്കുക. കസാരില്ലാത്തൊരു എന്ത് ചെയ്യല്ലേ? ആ. 4 എന്ന് പറയുമ്പോൾ കസാരിന്റെ അടുത്ത് എത്തിയില്ല അങ്ങനെ. 5 എന്ന് പറയുമ്പോഴാണ് കസാരയിൽ ഇരിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായിനോ? മനസ്സിലായവരൊക്കെ ആന്നറി, മനസ്സിലാകാത്തവരൊക്കെ ഈന്നറി. ആ, മനസ്സിലാകാത്തവരുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ആരംഭിക്കല്ലേ? ഇപ്പൊ എല്ലാരും 0-ലാണ്. 1. ആ, കുറച്ചിരിക്കുക. 2. 3. കൈ പൊക്കണമെന്നില്ല. 3-ലല്ലേ ഉള്ളേ?
3 എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയാകുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ, 3 റൺസ് എടുത്താണ്ട് പണ്ട് സച്ചിൻ ഔട്ടായ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ 3 റൺസ് എടുത്തപ്പോൾ സച്ചിനോട് എല്ലാവരും പറഞ്ഞു, സച്ചിൻ എന്താ 3 റൺസ് എടുത്തത്, 4 റൺസ് എടുത്തുകൂടേനോ? അപ്പോൾ സച്ചിൻ പറഞ്ഞു, എനിക്ക് 4 റൺസ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 3 റൺസ് എടുത്തത്. ഊരവേദന ഉണ്ടോ? ആയിക്കോട്ടെ. 4 എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയാണ് സംഗതി. എന്താ അറിയോ, 4ാം വയസ്സിൽ എല്ലാവർക്കും 4ാം വയസ്സായിരിക്കും അല്ലേ? 4ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് എപ്പോഴും 4ാം വയസ്സായിരിക്കുമോ? അല്ല. ഊരവേദന ഉണ്ടോ? ഇല്ല. 5. റെഡിയായോ? ഇനി ഒന്നും കൂടി എണീക്കല്ലേ? റെഡിയാണോ? ഇപ്പൊ എല്ലാരും 0-ലാണുള്ളത്. ഒന്നും കൂടി എണീക്കല്ലേ? 1. കുറച്ച് എണീക്കോ, കുറച്ച് 1. 2. കുറച്ചും കൂടി. ഇപ്പൊ മറ്റേ ക്രിക്കറ്റിൽ കീപ്പർ വെക്കണമാരി ഉണ്ടാവും എല്ലാവരും അല്ലേ? 2 എന്ന് പറയുമ്പോ പലതും ഓർമ്മ ഉണ്ട്. ഒന്നും പറയണ്ടല്ലേ? 3, 4, 5. ഇനി എല്ലാവരും ഇരുന്നോളി. മാഷാ അല്ലാഹ്. അപ്പൊ ഇനി മുത്തുനബി എന്ന് കേൾക്കുമ്പോ എന്താ പറയണ്ടേ? എല്ലാവർക്കും ഉള്ള മാക്സിമം ഒച്ച എടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു വരി ഞാൻ ചൊല്ലും. നിങ്ങളിൻ്റെ കൂടെ ചൊല്ലോ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് ചൊല്ലാനുള്ള എന്താ അറിയോ? മർഹബായ മുസ്തഫ എന്നാണ്. എന്താണ്? അങ്ങനെ വേണമെന്നില്ല. എല്ലാരും കൂടെ ഒന്നിച്ച് മർഹബായ മുസ്തഫ. ഓക്കെ, റെഡി? 1 2 3. ചൊല്ലിക്കോളി. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ആമി നബിക്കോ മനയായി വന്നു വസന്തം, ആ കുടിലിൽ ശോഭയായി നിറഞ്ഞു സുഗന്ധം. മേര നബി ആ ഗയേ, മേര നബി ആ ഗയേ, हजपाल नबी आ गए, हजपाल नबी आ गए. बाया मुस्तफ़ा साहिब मेराज नबी, सादिक मस्दूक नबी, सर्ग पाद काटी नबी, सलवഴികൾ നീട്ടി നബി, ചേർക്കുമോ സിറാത്തൽ മുസ്തഖീം. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ആമി നബിക്കോ മനയായി വന്നു വസന്തം, ആ കുടിലിൽ ശോഭയായി നിറഞ്ഞു സുഗന്ധം. മേര നബി ആ ഗയേ, മർഹബായ മുസ്തഫ, മേര നബി ആ ഗയേ, മർഹബായ മുസ്തഫ, ഹജ്പാൽ നബി ആ ഗയേ, മർഹബായ മുസ്തഫ, ഹജ്പാൽ നബി ആ ഗയേ, മർഹബായ മുസ്തഫ. സാഹിബ് മിറാജ് നബി, സാദിഖ് മസ്ദൂഖ് നബി, സർഗ പാദ കാട്ടി നബി, സൽവഴികൾ നീട്ടി നബി, ചേർക്കുമോ സിറാത്തൽ മുസ്തഖീം. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ആമി നബിക്കോ മനയായി വന്നു വസന്തം, ആ കുടിലിൽ ശോഭയായി നിറഞ്ഞു സുഗന്ധം. ഹഖ് നബി ജാദരാ മക്കബദി ശോഭയായി ദിക്കാകയും സുറൂരിലായി, ശക്കാഗനി की शौकीलाय. बाया मुस्तफा साहिब मेराज नबी, सादिक मस्दूक नबी, सर्ग पाद काटी नबी, सलवഴികൾ നീട്ടി നബി, ചേർക്കുമോ സിറാത്തൽ മുസ്തഖീം. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ആമി നബിക്കോ മനയായി വന്നു വസന്തം, ആ കുടിലിൽ ശോഭയായി നിറഞ്ഞു സുഗന്ധം. മേര നബി ആ ഗയേ,
मेरा नबी आ गए, नजपाल नबी आ गए, नजपाल नबी आ गए। या मुस्तफा सादिक मेराज नबी, साहिब महबूब नबी, സ്വർഗപാത കാട്ടി നബി, സൽവഴികൾ നീട്ടി നബി, ചേർക്കുമോ സിറാത്തൽ മുസ്തഖീം. हम अपना नबी नबी नबी, हम अपना नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ഇനി ഞാനൊരു ചെറിയൊരു പാട്ടിൻ്റെ ആദ്യം മൂളും. നിങ്ങൾക്ക് അറിയോ നോക്കാം? അറിയില്ല? അറിയില്ലല്ലോ? അറിയോ? എല്ലാവരും ഒന്ന് സൈലൻ്റായി നിൽക്കുമോ? ഞാനൊന്ന് പറയണില്ലേ? എല്ലാവരും ഉണ്ടാതെക്കുവോ? ആന്ന് പറഞ്ഞില്ലേ? ഇപ്പം മുണ്ടിയില്ലേ? ഉണ്ടാകുന്നില്ലല്ലോ. എല്ലാവരും ഉണ്ടാക്കൂലേ? എല്ലാവരും ഉണ്ടാക്കുവോ? ഉണ്ടാതെക്കുമല്ലോ അല്ലേ? ആയിക്കോട്ടെ. അപ്പം ഞാനൊരു പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് മൂളും. അപ്പം ഏതാ പാട്ടെന്ന് പറയാം. ഓക്കെ? ഏതാ? എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും ഉറക്കിച്ചല്ലോ. ഉപ്പ ഉമ്മ അതിലും മേലെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. കവികൾ പാടി പാടി കവിതകൾ ഇനിയും ബാക്കി, കവികൾ പാടി പാടി കവിതകൾ ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം എഴുതി തീർന്നില്ല, പടപ്പുകളെല്ലാം എഴുതി തീർന്നില്ല. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ, അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ. നമ്മുടെ വീട്ടിലെ എല്ലാവരും നമ്മളെ വീട്ടിലേക്കൊന്ന് മനസ്സ് കൊണ്ടുപോയി. ഞങ്ങളെ വീട് ഇവിടെ അടുത്താണ് അല്ലേ? വീട്ടിലെത്തിയോ? വീട്ടിലെ ഉമ്മ ഒരു റൂം വൃത്തികേടായ റൂമുണ്ട് വീട്ടില്. അപ്പൊ ഉമ്മ എളാമാന്റെ മൂത്തമാന്റെ പേരക്കുട്ടിന്റെ അമ്മേൻ്റെ അടുത്ത് കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഉമ്മ നമ്മളോട് പറയാണ്, ഞാൻ വരുമ്പോത്തിന് ഈ റൂമൊന്ന് വൃത്തിയാക്കി വെക്കണം. അവിടെ പിന്നെ മേശമത്തെ പുസ്തകങ്ങളൊക്കെ കുറെ വീണെടുക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ അടിയിൽ കൊഞ്ഞാടി കിടക്കുന്നുണ്ട്, കുറെ കുട്ടികൾ കളിക്കണം, നമ്മളെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ വീണെടുക്കുന്നുണ്ട്. ഞാൻ വരുമ്പോത്തിന് ഒന്ന് റെഡിയാക്കി വെക്കണം എന്ന് ആര് പറയാണ്? ഉമ്മ പറയാണ്. അങ്ങനെ ഉമ്മ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഉമ്മ പോയ സമയത്ത് ആ റൂം എങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉള്ളത്, വൃത്തികേടായിട്ട് തന്നെ ഉള്ളത്. അപ്പൊ ഉമ്മ എന്ത് പറയും? ഇനി നമ്മൾ നല്ല ഉഷാറാക്കി ആണ് ആ റൂം വെച്ചതെങ്കിലും ഉമ്മ എന്താ പറയും?
നല്ല കുട്ടിയാണ്. ഇന്ന് മീൻ പൊരിച്ച് 2 തരുന്ന അല്ലേ? ഇല്ലേ? ആ 3 മന്തി വാങ്ങി തരും അല്ലേ? ഓ വല്ലാത്തൊരു ഉമ്മ. ആ അപ്പൊ ഇനി ആ റൂം വൃത്തി അല്ലെങ്കിൽ ഉമ്മ എന്താ പറയൂ? ചീത്ത അറിയൂലേ? എന്താ പറയാ? പാണ്ടാർ അല്ലേ? അങ്ങനെ പറയോ? ഈ കൂട്ടിനോട് അല്ലേ? ചിലപ്പോ ദേഷ്യം പിടിച്ച ഉമ്മ എന്താ അറിയൂ? അടി കിട്ടും അല്ലെ? എത്ര അടി കിട്ടും? 1000 അടി കിട്ടും. ആ ആയിക്കോട്ടെ. ആ അപ്പൊ ഉമ്മ നല്ലത് ചെയ്താൽ ഉമ്മക്ക് ഇഷ്ടാവൂലേ? ഇത് നമ്മൾ റോങ് ആണ് ചെയ്തത്, ഉമ്മക്ക് ഇഷ്ടമില്ലാത്താണ് ചെയ്തതെങ്കിൽ ഉമ്മ ചീത്ത പറയൂ അല്ലേ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയോ? മുത്തുനബി നമ്മോട് പറയാണ്, നിങ്ങൾ നിസ്കരിക്കണം എന്ന് അല്ലേ? നിസ്കരിച്ചാ മുത്തുനബിക്ക് ഇഷ്ടാവോ? ഇഷ്ടാവൂലേ? നിസ്കരിച്ചിട്ട് ഇല്ലെങ്കിലോ ദേഷ്യം പിടിക്കോ? ദേഷ്യം പിടിക്കൂല. നരകത്തിലൊന്നും ഇടൂല. മുത്തുനബി നരകത്തിലൊന്നും ഇടൂല. ദേഷ്യം പിടിക്കോ? നരകത്തിലിടുവോ? ആ ശൈത്താനെ ഇടൂലേ? നമ്മളൊന്നും ഇടൂല. ആ ഉറപ്പല്ലേ? അങ്ങനെ മുത്തുനബി ഒരിക്കലും നമ്മോട് ദേഷ്യം പിടിക്കൂലല്ലോ. പകരം മുത്തുനബി അള്ളഹാനോട് പറയും, അള്ളാഹുവേ എൻ്റെ അടിമ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവനക്ക് പുറത്ത് കൊടുക്കണം. ഇന്ന് സുബൈ അവനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവനക്ക് പുറത്ത് കൊടുക്കണം എന്നല്ല, പുറത്ത് കൊടുക്കണം എന്ന് പറയും. ആര്? അള്ളാഹു. ആരോട്? അള്ളാഹു അല്ല, മുത്തുനബി അള്ളാഹുവിനോട്. മനസ്സിലായോ? ഉമ്മയാണെങ്കിലോ പുറത്ത് കിട്ടും. മുത്തുനബി ആണെങ്കിലോ അള്ളാഹുവിനോട് പുറത്ത് തരാൻ വേണ്ടി ദുആ ചെയ്യും. അതാണ് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എല്ലാരെക്കാളും മുത്തുനബിനെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് വേറെ ഒരു പാട്ട് കേൾക്കാനുണ്ട്. ആരോടുള്ള? ഏത് ഉസ്താദാ? ഷെയ്ൻ ബാബു ഉസ്താദ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഷെയ്ൻ ബാബു ഉസ്താദിന്റെ മദ്ഹ് നമ്മൾ കേൾക്കാൻ പോവാണ്. മൂപ്പരെ പാട്ട് കേട്ടില്ലേ? മൂപ്പരെ പാട്ട് കുറെ നേരം കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കൈപൊക്കി. ആയിക്കോട്ടെ. അപ്പൊ ഇനി നമുക്ക് ഷഹീൻ ബാബു കാക്ക മദ്ഹ് ചൊല്ലിത്തരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹലോ കുട്ടികളെല്ലാവരും ഒന്ന് എഴുന്നേറ്റിക്കോ. ക്യാമറ ഉണ്ട് എല്ലാവരും? അടുത്ത ക്യാമറ. ക്യാമറ കാക്കാനെ പേടിപ്പിക്കലിട്ടാരും. ക്യാമറന്റെ ഈ സൈഡിലുള്ള എല്ലാവരും കൈബന്ധിക്ക്. ക്യാമറന്റെ ഈ സൈഡിലുള്ള, ആ സൈഡിലല്ല, ഈ സൈഡിലുള്ളവര്, ഈ സൈഡിലുള്ള എല്ലാവരും കൈപൊക്കി. ശരിക്കും പൊക്കിയോ? ഓക്കെ. അപ്പൊ ഈ സൈഡിലുള്ള എല്ലാവരും നമ്മൾ ടീമാക്കാൻ പോവുകയാണ്. ഈ ടീമിന്റെ പേരെന്താണ്? ബ്ലൂവോ? നമുക്ക് ഈ ടീമിന് ലോകത്തെ ഏറ്റവും മനോഹരമായ നാടിന്റെ പേര് കൊടുക്കാം. ഏതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നാട്? മക്ക. ഓക്കെ. അപ്പോ മക്കാരെല്ലാരും കൂടെ ഉറക്കെ ഒന്ന് മക്ക എന്ന് പറയും. കേൾക്കണില്ലല്ലോ? ആയിക്കോട്ടെ. ഇനി ഈ സൈഡിൽ എല്ലാവരും
ഈ സൈഡിലുള്ള എല്ലാവരും ഒന്ന് കൈപൊക്കോ. ആ, ഇവര് മക്കമംഗളം എന്തായിരിക്കും? അവിടെ ഒരാൾ ചക്ക. മദീനന്നല്ലേ? ആ, മദീനക്കാരെല്ലാരും ഉറക്കെ മദീന എന്ന് പറയും. ഓല് പറഞ്ഞേക്കാളി ഒച്ചത്തില്, ഒന്നും കൂടി സൗണ്ടില്. ആ, അപ്പൊ ഇനി മക്കക്കാരും മദീനക്കാരും തമ്മിലുള്ളൊരു ഗംഭീര മത്സരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആർ യു റെഡി? റെഡിയാണോ? ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക? മക്കക്കാർക്കോ മദീനക്കാർക്കോ? ആർക്കാണ്? ഓൽക്കല്ലേ? ഇങ്ങക്കല്ലേ? ഓൽക്ക? അപ്പൊ ആർക്കും ഫസ്റ്റ് കിട്ടാൻ നോക്കല്ലേ? ആർക്കായിരിക്കും കിട്ടുക? അപ്പൊ എന്തായാലും ആർക്കും കിട്ടാന്ന് പറയുന്നതിന് മുമ്പ് എന്താ മത്സരം എന്ന് അറിയണ്ടേ? ഇവിടുന്ന് ഒരു ബെയ്ത്ത് ചൊല്ലു, എല്ലാവർക്കും അറിയണ ബെയ്ത്താണ്. നമ്മൾ ജനിച്ചിട്ട് തൊട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ SB ല്ലേ? അറിയില്ലേ? അതന്നെ. അപ്പോ ആ ബെയ്ത്താണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നല്ല സൗണ്ടില്. ഏത് ടീമാണോ ചൊല്ലുന്നത് അവർക്ക് മത്സരത്തിൽ ഫസ്റ്റ് ഉണ്ടാവും. റെഡി അല്ലേ? അപ്പൊ രണ്ട് ടീമും കൂടി ഒന്നിച്ചൊരു ഇൻഷാ അല്ലാഹ് പറയും. ഒന്നും കൂടെ ഒച്ചത്തില്. അവിടെ ബാക്കിലെ കുറെ ആൾക്കാരുണ്ട്, ഓല് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നും കൂടെ ഒച്ചത്തിലാണ്. ആ, അപ്പൊ നമ്മൾ മത്സരത്തിലേക്ക് കിടക്കാണ്. നല്ല ഉഷാറായിട്ട് ചൊല്ലുക. ആർക്കാ ഫസ്റ്റ് കിട്ടാൻ നോക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. حسبي ربي جل الله نور محمد صلى الله. الأول والآخر الظاهر والباطن جل جلاله سبحانه لا إله إلا هو. حسبي ربي جل الله نور محمد صلى الله. അഴകിലും അഴകായി വാഴുന്ന അഹദവനിൽ പ്രിയരാകുന്ന അതിശയ നൂറ് പൊഴിക്കുന്ന അംബിയ രാജ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. ആദി സമാനിലുദിച്ച നബി, ആലമിതാകെ നയിച്ച നബി, ആഖിറ ലോകമിലധിപതിയായി അല്ലാഹുവിന്റെ ഹബീബ് നബി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഇല്ലല്ലാഹ്. അമ്പവനരികിൽ ചെന്ന് നബി, അർശും കുർസും കണ്ട് നബി, അധിക മനോഹര തോഹ നബി, അജബിലും അജബൻ മുത്ത് നബി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ്. ആദിപിതാവിൻ സ്വൽഭഗമിൽ ആദിമനൂറൊളിവായവരെ, ആകെ ജഗത്തിലെ നായകരെ, ആലം കാത്ത മഹമ്മദിയെ. ആദിപിതാവിൻ സ്വൽഭഗമിൽ ആദിമനൂറൊളിവായവരെ, ആകെ ജഗത്തിലെ നായകരെ, ആലം കാത്ത മഹമ്മദിയെ. അഷ്റഫ് ഖൽഖ് പ്രവാചകരെ, അജ്മൽ യാസീൻ സയ്യിദരെ, അഷ്റഫ് ഖൽഖ് പ്രവാചകരെ, അജ്മൽ യാസീൻ സയ്യിദരെ, അക്മൽ ഖുലുഖിനുടയവരെ, അഹ്മദ് നബിയെ തിരുമലരെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഇല്ലല്ലാഹ്. സ്വലാത്തുല്ലാഹ്
സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് റസൂലേ എൻ്റെ പൂങ്കരളേ ഹബീബേ എൻ്റെ കൺകുളിരേ ത്വബീബേ പൊന്നിളം തളിരേ മുറാദുകൾ വീട്ടിടൂ നിധിയേ സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഇല്ലല്ലാഹ്. ജയിച്ചത് ആരാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി. അള്ളാഹു ജയിച്ചേ. സ്വലാത്തൊല്ലാൻ അറിയോ? ആർക്കൊക്കെ സ്വലാത്തൊല്ലാൻ അറിയാം? എല്ലാവർക്കും അറിയോ? ഏത് സ്വലാത്ത അറിയാം? മാഷാ അല്ലാഹ്. എത്ര സ്വലാത്ത് ചൊല്ലും നിങ്ങള് ഒരു ദിവസം? 100 ചൊല്ലുന്ന കയ്യൊന്തിക്ക്. മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവരൊക്കെ എത്ര സ്വലാത്ത് ചൊല്ലും? 1000. നല്ലത്. അപ്പൊ 1000 സ്വലാത്ത് ചൊല്ലണവരും 100 സ്വലാത്ത് ചൊല്ലണവരും എല്ലാരും ഒന്ന് കയ്യൊന്തിക്ക്. നമ്മൾ ഇനിവിടെ സ്വലാത്ത് ചൊല്ലാൻ പോവാണ്. റെഡി അല്ലേ? ഏത് സ്വലാത്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്കാനൂറിനയച്ചു അല്ലാഹു. ലോകം കണ്ട വെളിച്ചം നമ്മുടെ മുത്ത് നബി സ്വല്ലല്ലാഹു. കണ്ണിൻ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നത് നൂറാണ്. കണ്ണും കാതും ഉള്ളും എന്നും തേടുന്നത് നബി മദ്ഹാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്കാനൂറിനയച്ചു അല്ലാഹു. ലോകം കണ്ട വെളിച്ചം നമ്മുടെ മുത്ത് നബി സ്വല്ലല്ലാഹു. കണ്ണിൻ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നത് നൂറാണ്. കണ്ണും കാതും ഉള്ളും എന്നും തേടുന്നത് നബി മദ്ഹാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആഹാ പുണ്യ മദീനത്ത് പാറിപ്പാറും പറവകളെ പാടുന്നത് നബി മദ്ഹാണോ? സൗറിലെ സ്നേഹ കഥയാണോ? ആഹാ പുണ്യ മദീനത്ത് പാറിപ്പാറും പറവകളെ പാടുന്നത് നബി മദ്ഹാണോ? സൗറിലെ സ്നേഹ കഥയാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്കാനൂറിനയച്ചു അല്ലാഹു. ലോകം
ലോകം കണ്ട വെളിച്ചം നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു. കണ്ണിൻ മുന്നിൽ കാണും നന്മകളെല്ലാം തന്നത് നൂറാണ്. കണ്ണും കാതും ഉള്ളും എന്നും നേടുന്നത് നബി മദ്ഹാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാ? ആരോട്? അള്ളാഹിനോട് ഇഷ്ടമുള്ളവരുണ്ടോ? ആ പിന്നെ ആരോടാ? ആരോട്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? പിന്നെ ആരോടാ ഏറ്റവും ഇഷ്ടം? അള്ളയും മുത്തുനബിയും കഴിഞ്ഞാൽ പിന്നെ ആരോടാ ഇഷ്ടം? ആദനബിയാ? രാവിലെ എത്ര മണിക്ക് എണീക്കും? 6 മണിക്കാ? നിങ്ങൾ ആരാ വിളിച്ച് എണീപ്പിക്കൽ രാവിലെ? ആരാണ്? ഉമ്മല്ലേ? ആ നിങ്ങൾക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കി തരലാരാ? ഉമ്മ. സുബിസ്കരിക്കലുണ്ടോ? ആരൊക്കെ സുബിസ്കരിക്കലുണ്ട്? മാഷാ അല്ലാഹ്. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളല്ലേ? ആ സുബിക്ക് വിളിക്കലാരാ? ആരാണ്? ഉപ്പ? ഉമ്മ വിളിക്കൂലേ? ശ്രദ്ധിക്കുക. ഡിപ്ലോമ വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വർഷത്തെ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം മുകളിലെ ക്ലാസ് റൂമിൽ വെച്ച് നടക്കുന്നു. കഴിഞ്ഞ വർഷം PPTTCയിൽ ക്ലാസ് എടുത്തിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും മുകളിലെ ക്ലാസ് റൂമിലേക്ക് പെട്ടെന്ന് നീങ്ങേണ്ടതാണ്. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മുകളിൽ നടക്കുന്നു. ആരാ ജയിച്ചെന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഏറ്റവും ഇഷ്ടം ആരോടാ? ഏറ്റവും ഇഷ്ടം ആരോടാ? ഉമ്മാനോടുപ്പാനോടല്ലേ? രാവിലെ സുബഹിക്ക് നമ്മൾ എണീപ്പിക്കലാരാ? ഉമ്മല്ലേ? അപ്പൊ ഉമ്മാനെ പറ്റിയൊരു പാട്ട് പാടട്ടെ? ഉമ്മാനെ പറ്റിയ പാട്ട് നിങ്ങൾക്ക് അറിയാം? ഏതെങ്കിലും? ഏത് പാട്ടറിയാം? അത് ഉമ്മാനെ പറ്റിയിട്ടാണോ? അതാരെ പറ്റിയിട്ടാണ്? ഉപ്പ ഉമ്മ അതിലും മേലെ. ആ അത് മുത്തുനബി പറ്റിയിട്ടുള്ള പാട്ടാണ്. ഉമ്മാനെ പറ്റിയിട്ടുള്ള പാട്ട് ആർക്കെങ്കിലും അറിയോ? ഏതാ പാട്ട്? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഈ പാട്ട് അറിയില്ലേ? എന്റെ കൂടെ പാടുവോ? ഉറപ്പല്ലേ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയ മുത്തറസൂലിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയ മുത്തറസൂലിൻ തൂമൊഴിയുള്ളിലുറച്ചോളിൻ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവരൻ തൂമൊഴിയുള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയ മുത്തറസൂലിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. നമ്മൾ ഇനി നിർത്താൻ പോവാ. ലാസ്റ്റ് പാട്ട് എല്ലാരും എണീച്ചിക്കോ.
ഇനി ലാസ്റ്റ് നമ്മൾ പാടുന്ന പാട്ട് എങ്ങനെ പാടണ്ടേ? രണ്ട് കൈ ഒന്ന് പൊക്കിയല്ല. ഇപ്പൊ ഞാൻ പാടുമ്പോ ഇതിന്റെ കൂടെ പാടണം, അതിന്റെ ഒപ്പം രണ്ട് കൈ ഇങ്ങനെ. ഓക്കെ ഓക്കെ റെഡി അല്ലേ? തുടങ്ങാം. मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा മർഹബ മർഹബ പിന്നെന്താ വരുന്നത് അറിയോ? ആകെ റസൂലല്ലാഹ്. ഓക്കേ, മർഹബ മർഹബ ആകെ ഹബീബല്ലാഹ്. ഓക്കേ, മർഹബ മർഹബ ആകെ റസൂലല്ലാഹ്, मरहबा मरहबा ആകെ ഹബീബല്ലാഹ്, മർഹബ മർഹബ ആകെ റസൂലല്ലാഹ്, मरहबा मरहबा आगे हबीब अल्लाह, जुमो जुमो सरकार आ गए, जुमो जुमो दिलदार आ गए, जुमो जुमो मनकार आ गए, जुमो जुमो गमगार आ गए, जुमो जुमो लजपाल आ गए, जुमो जुमो मेरे आका आ गए, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, जुमो जुमो सरकार आ गए, जुमो जुमो दिलदार आ गए, जुमो जुमो मनकार आ गए, जुमो जुमो गमगार आ गए, जुमो जुमो लजपाल आ गए, जुमो जुमो मेरे आका आ गए, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, ഈ ഭൂമി കുളിർക്കുന്നു, നിറവാനം പൂക്കുന്നു, ഈ ഭൂമി കുളിർക്കുന്നു, നിറവാനം പൂക്കുന്നു, മഹിയാകെ പരക്കുന്നു, റബീഴിനൊരുങ്ങുന്നു, പാരിലാകെ തേനൊലി, റബീഴൊരുക്കും പൂവനി, മർഹബ മർഹബ ആകെ റസൂൽ അല്ലാഹ്, मरहबा मरहबा आगे हबीब अल्लाह, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, മക്ക നീലാവത്ത സുബ്ഹിന്റെ നേരത്ത് ത്വാഹ റസൂലുള്ള പിറവി അടുത്തന്ന്, മക്ക നീലാവത്ത സുബ്ഹിന്റെ നേരത്ത് ത്വാഹ റസൂലുള്ള പിറവി അടുത്തന്ന്, ആമിന ബീവി ചിരിച്ചെന്ന് ആകെ മലക്കുകളും വന്ന്, ലോകം മക്കളെ നോക്കുന്ന്, പിഞ്ചു നിലാവിനെ കാക്കുന്ന്, മക്തൂലായി മണ്ണിതിലേക്ക് ഹബീബ് വന്ന്, मरहबा मरहबा ആകെ റസൂലല്ലാഹ്, मरहबा मरहबा आगे हबीब अल्लाह, മർഹബാ മർഹബാ ആകെ റസൂലല്ലാഹ്, मरहबा मरहबा आगे हबीब अल्लाह, जुमो जुमो सरकार आ गए, जुमो जुमो दिलदार आ गए, जुमो जुमो मनकार आ गए, जुमो जुमो गमगार आ गए, जुमो जुमो लजपाल आ गए, जुमो जुमो मेरे आका आ गए, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, मरहबा मरहबा आगे रसूल अल्लाह, मरहबा मरहबा आगे हबीब अल्लाह, ആമിന ബീവി പുഞ്ചിരിച്ചു, മക്ക മണ്ണിൽ നൂറുദിച്ചു, ലോകമാകെ വെൺപ്രഭ പൂണ്ടു, മണ്ണും വിണ്ണും ശുക്ർ ചൊരിഞ്ഞു, പുകളുകളാലെ പുളകിതമാലെ പുത്തുലഞ്ഞു ലഗമിലാകെ, നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ നൂറാ ഗയാ
आ गया, ആമിന ബീവി പുഞ്ചിരിച്ചു, नूर आ गया, മക്ക മണ്ണിൽ നൂറുദിച്ചു, नूर आ गया, ലോകമാകെ വെൺപ്രഭ പൂണ്ടു, नूर आ गया, മണ്ണും വിണ്ണും ശുക്ർ ചൊരിഞ്ഞു, नूर आ गया, പുകളുകളാലെ പുളകിതമാലെ പുത്തുലഞ്ഞു ലകമിലാകെ. നൂർ ആ ഗയാ, നൂർ ആ ഗയാ, നൂർ ആ ഗയാ, नूर आ गया, नूर वाला आया है, नूर लेकर आया है, नूर वाला आया है, नूर लेकर आया है, सारे आलम में देखो कैसा नूर छाया है. अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह, अस्सलातु वस्सलामु अलैका या रसूल अल्लाह. अस्सलातु वस्सलामु अलैका या हबीब अल्लाह, नूर वाला आया है, नूर लेकर आया है, नूर वाला आया है, नूर लेकर आया है, सारे आलम में देखो कैसा नूर छाया है. अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह, अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब അല്ലാഹ്. അപ്പൊ ഏത് ടീമാ ജയിച്ചത്? ആ തങ്ങൾ ആരാ ജയിച്ചേ? തങ്ങൾ പറഞ്ഞുട്ടാ. 454 പോയിന്റ് നേടി മക്ക ഗ്രൂപ്പ് ഈ പരിപാടിയുടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. 34,432 മാർക്ക് നേടി മദീന ടീം ഈ മത്സരത്തിലെ വീണ്ടും ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. രണ്ട് ടീമിനും ഫസ്റ്റ് കൊടുത്തില്ല, ഇവിടെ തല്ലായിരിക്കും. എന്തായാലും അൽഹംദുലില്ലാ ഈ മനോഹരമായ വേദി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കുട്ടികളെല്ലാവരും ഇരുന്നോളി. ഉമ്മമാരോടും ഉപ്പമാരോടും ചെറിയ ഒരു സംഗതി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മനോഹരമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നത് നമ്മൾ കേട്ടു. അവർ വലിയ ആവേശത്തോടു കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കേട്ടിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ ഒപ്പം. എന്നാൽ നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ അവർ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് ആര് പറഞ്ഞു ഞാനാ നിങ്ങടെ പോത്തു അല്ലേ കാത്തുണല്ലേ. അതിന് മുമ്പ് വേറൊരു പാട്ട് കേട്ടീനു, സില്ലു 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 സില്ലുമിനാട്ടിയോ. ആ ഇല്ലു എന്ന് പറഞ്ഞപ്പോ മീനാട്ടിയും ബാക്കി വരികളും കട്ട ചോര കണ്ട് ജ്യൂസ് അടിച്ചാണ് സോഡ സർബത്തും ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ നമ്മുടെ ഫോണില് യൂട്യൂബില് പലതും കേൾക്കുന്നതിന്റെയും കാണുന്നതിന്റെ ഇടയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കിച്ചണില് നിങ്ങൾ വർക്ക് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കുട്ടികളെ നമുക്ക് കൂടുതൽ നോക്കാൻ കഴിയാത്ത നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് നമ്മുടെ ഫോണിൽ ഒരു മദ്ഹ് ഓണാക്കിയിട്ട് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ടേക്കുക. മൂലക്ക് കൊണ്ടേ വെക്കുന്നതിന്റെ അർത്ഥം മൂലയിൽ ഒരു സൗണ്ട് വെച്ചാൽ വീടിന്റെ എല്ലാ ഏകദേശം മേഖലകളിലും എത്തും. അപ്പോൾ ഫോണ് വീടിന്റെ ഒരു മൂലയിലേക്ക് വെക്കുക. അപ്പൊ ഇനി നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഓട്ടോമാറ്റിക്കായി കയറിക്കോളും. ഇനി
കേക്ക് 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 എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ആകുമ്പോൾ ഇല്ലുമിനാട്ടിക്കും അല്ലേമിനാട്ടിയാക്കും എല്ലാത്തിനും പകരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ട് കേട്ട് വളരുന്ന കുട്ടിയുടെ ഹൃദയത്തിൽ ഒരിക്കലും കളങ്കം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലുകയും പറയുകയും പാടുകയും ചെയ്യുന്ന നാവുകൊണ്ട് പിന്നെ കുട്ടികൾ മാതാപിതാക്കളെ കുറ്റം പറയൂല, അല്ലെങ്കിൽ മോശപ്പെട്ടത് പറയൂല. അവരുടെ നാവിൽ നിന്ന് നല്ലതേ വരൂ എന്നതാണ് മദ്ഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ വീട്ടിൽ ഇനി ഫോണിൽ വെക്കാൻ കഴിയില്ലെങ്കിൽ ഒരു 250 രൂപേന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാം, എന്നിട്ട് വീടിന്റെ ഒരു മൂലക്ക് വെക്കുക, എന്നിട്ട് നമ്മൾ ഫോണിൽ ഓൺ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ ഇങ്ങനെ കേട്ടോളൂ. നമ്മൾ അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മദ്ഹ് കേൾക്കുന്ന ആ സ്ഥലത്തേക്ക് അവരുടെ മൈൻഡിങ് ഇങ്ങനെ പോയി ആ മദ്ഹിലേക്ക് ഇങ്ങനെ അവരുടെ ചിന്തകൾ അതിന്റെ കൂടെ സഞ്ചരിച്ചോളൂ. അള്ളാഹു അങ്ങനെയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തെരുമാറാകട്ടെ. ഞാൻ സേവനം ചെയ്യുന്ന മംഗലാപുരത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അവിടെ പുതിയൊരു നിയമം, പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളിലെ എല്ലാ റൂമുകളിലും, എല്ലാ ക്ലാസ് റൂമുകളിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മദ്ഹ് കേൾക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ഇരിക്കുന്ന ആ ഇരുത്തത്തിൽ ഒരു 5 മിനിറ്റ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അവിടെ ഓൺ ചെയ്യും. ആ 5 മിനിറ്റ് അവർ മദ്ഹ് മാത്രം കേൾക്കും. ഈ ഒരൊറ്റ സ്ഥിരമായി ഒരു മദ്ഹ് തന്നെ 30 ദിവസം സ്ഥിരമായി കേൾപ്പിക്കും. അങ്ങനെ 31ാമത്തെ ദിവസം ആ കുട്ടികളെ കൊണ്ട് ആ മദ്ഹ് പാടിപ്പിച്ചു നോക്കുമ്പോൾ ഒരാൾക്കും മദ്ഹ് ഒരൊറ്റ വരി പോലും അക്ഷരം പോലും തെറ്റാതെ മദ്ഹ് ഇങ്ങോട്ട് ചൊല്ലിത്തരും. അതാണ് അവിടെ നടപ്പിലാക്കിയ ഒരു പദ്ധതി. അപ്പൊ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ട് വളരുന്ന കുട്ടികളായി അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇനി നമ്മൾ ഇൻഷാ അല്ലാ നമ്മുടെ ബട്ടർഫ്ലൈ സെലിബ്രേഷൻസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഒരുപാട് മദ്ഹുകൾ ചൊല്ലി ഇനി സമാപനമായിട്ട് ഒരു ചെറിയ മദ്ഹ് കൂടി ചൊല്ലി നമ്മൾ ഇവിടെ വിദ്യാർത്ഥികളുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇതാരാണ് നിങ്ങൾക്ക് അറിയില്ല? ആരാണ്? ഇൻഷാ അല്ലാ തോഹ തങ്ങളുടെ ഫാൻസ് കുറേ പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളല്ലേ ഇവിടെ ഇതുവരെ പാടിയത്? ഹലോ ഇവിടെ ഇല്ല എല്ലാവരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് ഇവിടെ പാടിയത് അല്ലേ? ഇതുവരെ പാടിയ മദ്ഹുകളിൽ നല്ലൊരു ശതമാനം മദ്ഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സ്വന്തം രചിച്ചതാണ്. മദ്ഹ് പാടാൻ നല്ല ഇശലുണ്ടായാൽ മതി, നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ പാടാം അല്ലെ? നല്ലൊരു സൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പാട്ടേരുണ്ടാവും. അതേസമയം ഇത് രചിച്ചുകൊണ്ട് സ്വന്തം രചിച്ചുകൊണ്ട് പാടണമെങ്കിൽ അത് വലിയൊരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം മദ്ഹിന്റെ ലോകത്ത് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ സയ്യിദ് അവറുകൾ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആരാണ്? പേരക്കുട്ടി. ലോകത്തുള്ള മുഴുവൻ തങ്ങന്മാരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാണ്. ആ പേരമക്കളിൽപ്പെട്ട ഒരു പേരക്കുട്ടിയാണ് ആര്? സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇൽമിൽ വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. മദ്ഹിന്റെ ലോകത്ത് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലാസ്റ്റ് കുറഞ്ഞ ഒരു മദ്ഹ് കൂടി ചൊല്ലി നമ്മൾ പിരിയാണ്. സയ്യിദ് അവറുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് തന്നെ മദ്ഹുകൾ ചൊല്ലും. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയ നോർത്തുകരയും പാപിനാണ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ
വന്ന് തേങ്ങല് മാറ്റിയ ദൂർത്തുകരയും പാപിനാനാണ്. കല്ലിനും മണ്ണിനും അഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും കനിവുണ്ടായെങ്കിൽ, കല്ലിനും മണ്ണിനും അഭാഗ്യമുണ്ടെങ്കിൽ ആടിനും മാടിനും കനിവുണ്ടായെങ്കിൽ, ഉമ്മത്തിയേ തട്ടൂല നൂറ്, ഉമ്മത്തിയേ തട്ടൂല നൂറ്. യാ നബി യാ നബി യാ നബി തൂ रहम कर, या नबी या नबी या मौला तू फजल कर. തുരിസിനാമല താഴ്വരയിൽ നിന്ന് മൂസാ നബിക്ക് റബ്ബിന്റെ ആജ്ഞ, കാലിലെ ചെരിപ്പുകൾ മാറ്റിക്കയറുക, പവനമാം ജബൽ ആദരിച്ചിടൂ. തുരിസിനാമല താഴ്വരയിൽ നിന്ന് മൂസാ നബിക്ക് റബ്ബിന്റെ ആജ്ഞ, കാലിലെ ചെരിപ്പുകൾ മാറ്റിക്കയറുക, പവനമാം ജബൽ ആദരിച്ചിടൂ. ഏഴാനാകാശം താണ്ടി ബൈത്തുൽ മഅ്മൂറും സിദ്റത്തുൽ മുൻതഹയും എല്ലാം കടന്ന് റബ്ബിൻ മുന്നിൽ മുത്ത് റസൂല് ആ പാദം കണ്ട് റബ്ബിന്റെ അരുള്. റസൂലല്ലാഹ് അരികെ വരൂ, തിരുപാദുകം ധരിച്ചേ വരൂ. ആ പരിഗണനയുടെ കാരണം അവർ അഷ്റഫുൽ ഖൽഖാം നബി സല്ലു അലൈഹി വആലിഹി. യാ മുസ്തഫ യാ മുർതദ യാ മുർതബ ഖൈറുൽ വറാ. യാ മുസ്തഫ യാ മുർതദ യാ മുർതബ ഖൈറുൽ വറാ. ബലഗൽ ഉലാ ബലഗൽ ഉലാ ബികമാലിഹി, കശഫ ദുജാ ബിജമാലിഹി, السنة جميع خصاله صلوا عليه وآله صلوا عليه وآله. സ്കൂളിലെ ഏറ്റവും സൗണ്ടുള്ള കുട്ടിയാരാ? സ്കൂളിലെ ഏറ്റവും സൗണ്ടുള്ള കുട്ടീനെ തെരഞ്ഞെടുക്കാൻ പോണ അവസാനത്തെ മത്സരത്തോടു കൂടെ നമ്മൾ പരിപാടി അവസാനിപ്പിക്കാം. ആർ യു റെഡി? 2 സെക്കൻഡേ മത്സരം ഉണ്ടാവുള്ളൂ. 2 സെക്കൻഡ് കൊണ്ട് മാക്സിമം സൗണ്ട് എടുക്കുന്ന ആൾക്കാർക്കും മത്സരത്തിൽ ഫസ്റ്റ്. ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടാൻ സാധ്യത? നല്ല എണീച്ചിക്ക്. യാ റസൂലല്ലാഹ് ലാ യാ طالع البدر علينا من ثنيات الوداع واجب شكر علينا ما دعا لله داعيا. يا حبيب الله يا رسول الله या हबीब अल्लाह. सरकार की आमद, दिलदार की आमद, हुजूर की आमद, हर नूर की आमद, मक्की की आमद, मदनी की आमद. या रसूल अल्लाह या हबीब अल्लाह या रसूल अल्लाह या हबीब अल्लाह.
അള്ളാഹു നമ്മളെയൊക്കെ ഉമ്മാക്കും ഉപ്പാക്കും അഭിമാനമാകുന്ന നാടിനും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സ്കൂളിനും സമൂഹത്തിനൊക്കെ ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരുമാറാകട്ടെ. മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളായ കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാവർക്കും, ഡ്രൈവർമാർക്കും എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ കുട്ടിയുടെ പരിപാടികൾ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്ന ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനരായ ഫൈസി ഉസ്താദ് അവர்களടക്കം നമ്മുടെ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ നേതൃത്വങ്ങൾക്കും ഉലമാക്കൾക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ ആമീൻ പറയും. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒന്നിച്ച് മദ്ഹ് ചൊല്ലിയ കാരണത്താൽ നാളെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് ഒരുപാട് നേരം മദ്ഹുകൾ ചൊല്ലി. നേരത്തെ പോകണമെന്ന് പറഞ്ഞതായിരുന്നു. എന്നാലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ആവേശവും നമ്മുടെ സ്ഥാപനവുമായുള്ള അഭേദമായ ബന്ധവും ഒക്കെ കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും ഷെയ്ൻ ബാബു മാസ്റ്റർ അവറുകളും ഒരുപാട് നേരം നമുക്ക് മദ്ഹുകൾ ചൊല്ലിത്തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകട്ടെ. വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഉടൻ ആരംഭിക്കും.